ഈ വേവണ മരിച്ചീനിയുണ്ട് നമുക്കൊരു എരിശ്ശേരി വയ്ക്കാം. എന്നിട്ട് അതിൽ കുറച്ച് തേങ്ങയും കരിയേപ്പിലയൊക്കെ കടുവറുത്തിട്ട് സൂപ്പറാക്കി കഴിക്കാം. ഇനി അതും ഇതും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് കിഴങ്ങിന് അച്ചാരം കുച്ചാരം വെട്ടിയിടാം. അപ്പോൾ അമ്മ ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കിഴങ്ങെന്നാണ് പറയുന്നത്. പിന്നെ ആ സൈഡിൽ നിന്ന് 2 കറിവേപ്പില ഇതളിങ്ങനെ വെട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലൂടെ അരച്ച് ചേർക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അതിലൊരു കലവും വെച്ചിട്ട് പിന്നെ കലത്തിൽ വെള്ളവും വെച്ച് പിന്നെ കഴുകി കൊണ്ടുവന്ന് നമ്മളെ മരിച്ചീനി ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ആ വാവ് കഴിഞ്ഞെങ്കിൽ നമുക്കിനി അരയ്ക്കാനുള്ള അരപ്പിനുള്ള സാധനങ്ങൾ നോക്കാം. പച്ചമുളക്, തേങ്ങ, പിന്നെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് അരച്ച് ചേർക്കണം. പിന്നെ കരിവേപ്പില. അതെല്ലാം അരച്ച സമയത്ത് തന്നെ നമ്മൾ മരിച്ചീനി വേവുന്നുണ്ടായിരുന്നുണ്ട്. അപ്പോൾ വെന്ത മരിച്ചീനി ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സെറ്റായിരിപ്പുണ്ടോ നമ്മുടെ സ്വന്തം കപ്പ. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു സോഡ നാരങ്ങ കുടിച്ചാലാമ്മ. സോഡ നാരങ്ങ കുടിച്ചാൽ സെറ്റായിരിക്കും. അപ്പോൾ നാരങ്ങ ഇവിടെ അപ്പം മുന്നിൽ സോഡ മാത്രം മേടിച്ചാൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ കേട്ടോ. അതിൽ കിക്കർ അടിക്കണം. അപ്പോൾ അതിൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റോട് സ്റ്റാർട്ടും ചെയ്ത് കിക്കർ മേടിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി. നേരെ പോയപ്പോൾ നല്ല പരിചയമുള്ള രാധാമി ഇതാ നിൽക്കണം, അമ്മയുടെ സ്വന്തം പാർട്ണർ. അപ്പോൾ അവിടെ സോഡയും മേടിച്ചുകൊണ്ട് നേരെ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ഇച്ചിരി പഞ്ചാരയും ഇച്ചിരി ഉപ്പും കൂടെ വാരി അങ്ങോട്ടും എന്തെങ്കിലോട്ടൊക്കെ വിതറിയിട്ട് ഇത്തിരി സോഡ വെച്ച് ഒരു അടി അടിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ അമ്മച്ചേക്ക് കൊടുത്തു. അപ്പോൾ ബാക്കി വന്ന പാത്രം വലിയ കുടുംബം പാത്രത്തിൽ ഞാൻ തന്നെ കുടിച്ചോട്ടോ. വേറെ കാര്യമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ കുടിച്ചുകൊണ്ട് വീറും കിറിച്ചുകൊണ്ട് ഇരുന്നാൽ പോരാ. നമുക്ക് അവിടെ കടു വറുക്കണം. കടു വറുക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് നല്ല ഉഴുന്ന് പരിപ്പ് ഇട്ട് പിന്നെ അത് ചുമന്ന് വരുന്ന സമയത്ത് കുറച്ച് വറ്റനമുളകും പിന്നെ കറിവേപ്പില ഇട്ട് താളിച്ചെന്നൊക്കെ നിങ്ങളുടെ പറയാം, നമ്മുടെ ഇട്ടെന്നാണ് പറയണം. അപ്പോൾ ഇതിലോട്ട് മിശ്രിതമാക്കി വാഴയിൽ അങ്ങോട്ട് വെട്ടിയിട്ട് അതിൽ കുറച്ച് മാങ്ങാച്ചാർ പിന്നെ നല്ല മെഴുക്കുരുട്ടി എന്നാണ് ഇവിടെ പറഞ്ഞ കേട്ടോ. പിന്നെ നല്ല ചാള പൊരിച്ച് 1, 2, 3 കഷ്ണമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മളെ കിഴങ്ങ് എരിശ്ശേരി അങ്ങോട്ട് ഇടുക. എന്നിട്ട് അതിനിങ്ങനെ ചൂടുണ്ടായിരുന്നില്ല, ചെറിയ ചൂട് അതിനെ ഇളക്കിയിട്ട് ഒരു ഉരുള അങ്ങോട്ട് കഴിച്ച സെറ്റായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് തോന്നിയ ടേസ്റ്റ് നമ്മൾ അയ്യപ്പം കഞ്ഞിയൊക്കെ വയ്ക്കുമ്പോൾ അതിന് മറ്റേ കറി ഇടില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. പക്ഷേ കിട്ടില്ല വരുന്ന സാധനം. ഇനി പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തൊരു കോക്ടെയിൽ ഉണ്ടാക്കാം. ആദ്യം ചാള പൊരിച്ചതും കുറച്ച് കിഴങ്ങ് എരിശ്ശേരിയും പിന്നെ നമ്മളെ ക്യാരറ്റും ഈ ഇതൊക്കെ ഇട്ടുള്ള വിടുക്കുരുട്ടില്ല അതും വെച്ചിട്ട് കുറച്ച് മാങ്ങാച്ചാറ് ഭംഗിക്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ചേർത്തൊരു ഉരുളയുണ്ട് കേട്ടോ. കിടില ഉരുളയാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല കൊതി വരുന്നുണ്ട്. അമ്മച്ചി കുറച്ച് തരാനുണ്ടോ? അപ്പോൾ ഇനിയില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. സാധനം സെറ്റായിരുന്നു. ഓക്കെ, ബൈ.